വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾക്കിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ രൂക്ഷമായി വിമർശിച്ചും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വി.ഡി. സതീശന് അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്നും പക്വതയും മാന്യതയും ഇല്ലെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. സതീശൻ നയിക്കുന്ന കോൺഗ്രസ് അധികാരത്തിലെത്തില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി. രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനായി വരുന്ന ആരായാലും അവരെല്ലാം കുറെ പക്വതയും മാന്യതയും അതുപോലെ അനുയായികളെ കൂടുതൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അവനാണ് നേതാവ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളെല്ലാം ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ സാധിച്ചത്. അപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി എന്നുള്ളതുകൊണ്ട് ആരെപ്പറ്റി എന്തും പറഞ്ഞു കളഞ്ഞ് അങ്ങനെ അതിലൂടെ പ്രമാണിയാകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര്. KPCC പ്രസിഡന്റോ മറ്റു നേതാക്കന്മാരോ പറയുന്നത് എതിരായി വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സമുദായ നേതാക്കൾക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. KPCC അധ്യക്ഷനായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എല്ലാ മതസംഘടനകളുമായി താൻ നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയെ തള്ളിയ KPCC അധ്യക്ഷൻ K. സുധാകരൻ വി.ഡി. സതീശനെ പുകഴ്ത്തി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്തും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. ഈ 4 വർഷവും ഞാൻ ജനങ്ങളുമായും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാളെയും അത് തന്നെ ഞാൻ തുടരും. അതിന് സ്ഥാനമാനങ്ങൾക്കൊന്നും ആവശ്യമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക സ്ഥാനം ആവശ്യമില്ല. ജനഹൃദയം പ്രവർത്തിക്കും. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. ജനഹൃദയത്തിൽ പ്രവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും അല്ലമീൻ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ അത് ഉണ്ടാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ? കോൺഗ്രസിലെ പുതിയ സമവാക്യങ്ങളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ സാമുദായിക നേതാക്കളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതും അവരും അവരുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ അതിനെ ആ അർത്ഥത്തിൽ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കളാരും തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല, സാമുദായിക സംഘടനകളുമായുള്ള സഹവാസവും സഹകരണവും അത് കോൺഗ്രസിന് UDF-ന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നത്. അത് ഏതു നേതാവ് ഏത് സാമുദായിക സംഘടനകളുമായി ഏത് സാമുദായിക സംഘടനാ നേതാക്കളുമായി ബന്ധം പുലർത്തിയാലും ആത്യന്തികമായി അതിന്റെ ഗുണം ലഭിക്കുക കോൺഗ്രസിനാണ് എന്നുള്ളതാണ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. പക്ഷേ അതിനിടയിലും ആ നീക്കങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അടിക്കുന്നതിനും അതിലൂടെ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുന്നതിനും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 2-3 ദിവസമായി സജീവമായി രംഗത്തുണ്ട്. വെള്ളാപ്പള്ളിയുടെ ആ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റു പല താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരായുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ തള്ളി രംഗത്തേക്ക് വന്നത്. പ്രതിപക്ഷ നേതാവ് ആദരവ് അർഹിക്കുന്ന ബഹുമാനം അർഹിക്കുന്ന ഒരു നേതാവാണ്. ആ ബഹുമാനവും ആദരവും ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായത്. അദ്ദേഹത്തെ വെള്ളാപ്പള്ളി വിമർശിച്ചത് ശരിയായില്ല എന്ന് KPCC അധ്യക്ഷൻ തുറന്നു പറഞ്ഞത് ആ വിമർശനങ്ങളുടെ ചുവട് പിടിച്ച് വലിയൊരു പൊട്ടിത്തെറികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് സുജയ. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.